50 വർഷങ്ങൾക്ക് മുമ്പ് യുഎഇയിൽ ഫോൺ വിളിക്കുകയെന്നാൽ ഏറെ സങ്കീർണമായ പ്രക്രിയയായിരുന്നു. ദുബായിൽ നിന്ന് അബുദാബിയിലേക്കും അവിടെ നിന്ന് തിരിച്ചും ഫോൺ വിളിക്കണമെങ്കിൽ ഇടയിൽ ഒരു ഓപ്പറേറ്റർ പ്രവർത്തിക്കണമായിരുന്നു. ഇത് സാധാരണക്കാരനായാലും ഷെയ്ഖ് ആയിരുന്നാലും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇന്നത്തെ പോലെ നേരിട്ടുള്ള ഫോൺ വിളി അന്ന് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ 1974 ജനുവരി അവസാനം അന്നത്തെ അബുദാബി ഭരണാധികാരിയും യുഎഇ സ്ഥാപക നേതാവുമായ അന്തരിച്ച ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദിനെ ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോൾ പിറന്നത് പുതിയൊരു ചരിത്രമാണ്. യുഎഇയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് നേരിട്ടുള്ള ഫോൺ കോൾ സാധ്യമായത്. നേരിട്ടുള്ള ഫോൺ വിളി യുഎഇയിൽ സാധ്യമായിട്ട് ഇപ്പോൾ അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. 50 വർഷം മുമ്പ് നടന്ന ആ ചരിത്ര സംഭവത്തിന് ശേഷം അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ആർക്കും നേരിട്ട് ഫോൺ വിളിക്കാൻ കഴിയുമായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ അജ്മാൻ, അമുൽ ഖുവൈൻ, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും പരസ്പരം നേരിട്ട് ഫോൺ വിളിക്കാൻ കഴിഞ്ഞു. 7 എമിറേറ്റുകൾ കൂടി ചേർന്ന് യുഎഇ രൂപം കൊണ്ടിട്ട് കേവലം 3 വർഷം മാത്രമേ അപ്പോൾ പൂർത്തിയായിരുന്നുള്ളൂ. അക്കാലത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് റാസൽ ഖൈമയിലായിരുന്നു. അന്ന് 750 ലൈനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1979 ഫുജൈറയിൽ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് തുറന്നു. 7 എമിറേറ്റുകൾ വൈകാതെ പരസ്പരം ഫോണുമായി ബന്ധപ്പെട്ടു. അക്കാലത്ത് യുഎഇയിലെ റോഡ് സംവിധാനം വികസനത്തിന്റെ ആദ്യഘട്ടങ്ങളിലായിരുന്നു. ഇപ്പോഴുള്ള നിലവിലുള്ള വേഗതയേറിയ മികച്ച ശേഷിയുള്ളതുമായ ഇലക്ട്രോണിക് മോട്ടോർ പാതയായ ടാർമാക്കാണ് അന്ന് ദുബായിയെയും അബുദാബിയെയും പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന പ്രധാന ഗതാഗത മാർഗം. ഇതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ യുഎഇയിൽ ഫോണുകൾ നിലവിലില്ലായിരുന്നു. 1960 ജൂലൈ 29 ദുബായിലെ ആദ്യത്തെ ഫോൺ വിളി നടന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഷെയ്ഖ് റാഷിദ് ഫോണിൽ വിളിച്ചതാണ് തുടക്കം. 2 വർഷത്തിന് ശേഷം അബുദാബിയിലും ഫോൺ മണികൾ മുഴങ്ങി. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെത്തിയിട്ട് അപ്പോഴേക്കും 80 വർഷം പിന്നിട്ടിരുന്നു. അക്കാലത്ത് വിദേശകാര്യം, നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബ്രിട്ടൻ പുലർത്തിയിരുന്ന നിയന്ത്രണമാണ് ഇത്ര കാലതാമസം വരാൻ കാരണം. 1950കളിലും 1960കളുടെ തുടക്കത്തിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിൽ ബ്രിട്ടീഷ് കമ്പനികൾ ഒന്നാമതെത്തി. അക്കാലത്ത് ഗൾഫിലെ യുകെയുടെ പ്രവർത്തനങ്ങൾ ബഹ്റൈൻ കേന്ദ്രമാക്കിയായിരുന്നു നടന്നത്. അവിടുത്തെ താമസക്കാരനായിരുന്ന ലണ്ടൻ സ്വദേശി ബെർനാർഡ് ബറോസ് ഗൾഫിലെ ടെലിഫോൺ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ സാധ്യതകൾ തേടി. ടെലിഫോൺ സേവനങ്ങൾ ഗൾഫിലേക്ക് വ്യാപിച്ചില്ലെങ്കിൽ മേഖലയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്ന് ബ്രിട്ടനിലെ തന്റെ മേൽ ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിച്ചു. 1947 ബ്രിട്ടനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ ദേശസാൽക്കരിച്ച ടെലികോം കമ്പനിയായ കേബിൾ ആൻഡ് വയർലെസ് ആണ് ഗൾഫിലെ ഫോൺ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ദുബായിലും ഷാർജയിലുമായി പ്രവർത്തിക്കാനാണ് കേബിൾ ആൻഡ് വയർലെസ് ആദ്യം നോക്കിയത്. എന്നാൽ പ്രാദേശിക വരിക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് കണ്ടെത്തുകയും ബിസിനസ് ലാഭകരമല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 1950കളിൽ 3000-ൽ താഴെ ജനസംഖ്യ മാത്രമാണ് അബുദാബിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അബുദാബിയെയും കമ്പനി പരിഗണിച്ചില്ല. ഷെയ്ഖ് റാഷിദിനോട് ബ്രിട്ടീഷ് കമ്പനി മുഖം തിരിച്ചില്ല. ആധുനികതയോട് മുഖം തിരിക്കാത്ത അദ്ദേഹം വലിയ കപ്പലുകൾക്ക് ദുബായിലൂടെ വ്യാപാരം നടത്താൻ അനുവദിക്കുന്നതിനായി ചെറു തുറമുഖം അദ്ദേഹം അതിനോടകം തന്നെ നിർമ്മിച്ചിരുന്നു. വൈദ്യുതിക്കാണ് അദ്ദേഹം അടുത്തതായി പ്രാധാന്യം നൽകിയത്. ഇതിനെ തുടർന്ന് എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ തുടങ്ങിയ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് ദുബായിൽ ആവശ്യം വർദ്ധിച്ചു. ടെലിഫോണായിരുന്നു അടുത്ത ലക്ഷ്യം. തുടർന്ന് കേബിൾ ആൻഡ് വയർലെസ് തങ്ങളുടെ അവകാശങ്ങൾ ദുബായിക്ക് നൽകാൻ തീരുമാനിക്കുകയും ബ്രിട്ടീഷ് കമ്പനിയായ ഇന്റർനാഷണൽ എറേഡിയോ ലിമിറ്റഡുമായി ചേർന്ന് പുതിയൊരു സംയുക്ത സംരംഭം സ്ഥാപിക്കുകയും ചെയ്തു. ദുബായിലെ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത് IAL ആയിരുന്നു. ദുബായ് ടെലിഫോൺ കമ്പനിയിൽ IALന് വളരെ കുറച്ച് ഓഹരി പങ്കാളിത്തം മാത്രമാണ് ഉണ്ടായിരുന്നത്. 51% ഓഹരികൾ കൈയാളിയിരുന്നത് എമിറേറ്റ്സ് ആയിരുന്നു. ദുബായിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ ഏജന്റായ ഡൊണാൾഡ് ഹാലിയാണ് ആദ്യത്തെ ടെലിഫോൺ ഉദ്ഘാടനം ചെയ്തത്. ടെലിഫോണുകൾ വന്നതിന് പിന്നാലെ ആദ്യ ഫോൺ ബുക്കും പുറത്തിറങ്ങി. 30 പേജുകൾ ഉണ്ടായിരുന്ന ബുക്കിൽ 257 പേരുടെ നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ദുബായിലെ പ്രസിദ്ധരായ ആളുകളുടെ നമ്പറുകളും നൽകിയിരുന്നു. 1962 ആയപ്പോഴേക്കും ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം 500 കവിഞ്ഞു. തൊട്ടടുത്ത വർഷം അത് 850 ആയി. 1970 ആയപ്പോഴേക്കും ഇത് 2000 ആയി. തുടർന്ന് ഷാർജയിലേക്കും റാസൽ ഖൈമയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. ദുബായിൽ അവതരിപ്പിച്ച ടെലിഫോൺ സംവിധാനം അബുദാബിക്കും വേഗത്തിൽ ആവശ്യമായി വന്നു. 1958 എമിറേറ്റ്സിൽ വലിയ അളവിലുള്ള എണ്ണയുടെ ശേഖരം കണ്ടുപിടിക്കപ്പെട്ടു. തുടർന്ന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ വൻ കുതിപ്പിന് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അബുദാബി ഭരണാധികാരി ഷെയ്ഖ് ഷഖ്ബൌദ് ബിൻ സുൽത്താൻ കേബിൾ ആൻഡ് വയർലെസിനെ ബന്ധപ്പെടുകയും പുതിയ അബുദാബി ടെലിഫോൺ കമ്പനിയിൽ 51% ഓഹരികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ശേഷിക്കുന്നത് താനും പ്രാദേശിക പങ്കാളികളും വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ ബ്രിട്ടീഷ് ബാങ്കിനു വേണ്ടി പ്രവർത്തിക്കാൻ 1962
അലൻ ആഷ്മോൾ അബുദാബിയിലെത്തി. ടെലിഫോൺ സംവിധാനം ഇല്ലാത്തതിനാൽ അവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം മേലധികാരികളെ അറിയിച്ചു. തൊട്ടടുത്ത വർഷം ഇതിന് മാറ്റമുണ്ടായെങ്കിലും നേരിട്ടുള്ള ഫോൺ വിളികൾ സാധ്യമായിരുന്നില്ല. അബുദാബിയിലെ എണ്ണ കമ്പനിക്ക് റേഡിയോ ടെലിഫോൺ ആശയവിനിമയ സംവിധാനം ഉണ്ടായിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഇതുവഴിയാണ് അവർ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത്. 1966 ഷെയ്ഖ് സായിദ് അബുദാബി ഭരണാധികാരിയായി അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ചെയ്ത ആദ്യ കാര്യം എമിറേറ്റിന്റെ ടെലിഫോൺ കമ്പനിയെ പൂർണ്ണമായും ദേശീയവൽക്കരിക്കുക എന്നതായിരുന്നു. 1941 UAE രൂപവൽക്കരിച്ചതിന് ശേഷം പുതിയ ടെലിഫോൺ കമ്പനി സ്ഥാപിതമായി. തുടക്കത്തിൽ ഇത് എമിറ്റൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് എത്തിസലാത്ത് എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് രാജ്യത്ത് വിവിധ ഡയലിംഗ് കോഡുകൾ നൽകി. 1987 എത്തിസലാത്ത് മൊബൈൽ ഫോണുകൾ അവതരിപ്പിച്ചു. അത് വളരെ ഭാരമേറിയതും പോക്കറ്റിൽ സൂക്ഷിക്കാൻ കഴിയാത്തതുമായിരുന്നു. 45 മിനിറ്റ് ആയിരുന്നു അതിന്റെ ടോക്ക് ടൈം. ഒരിക്കൽ ചാർജ് ചെയ്താൽ 2 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് 20 മില്യൺ സ്മാർട്ട് ഫോണുകൾ രാജ്യത്തുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.